Hi all, welcome to TOES Academy. So നമ്മൾ ഇന്ന് സെറ്റ് ഫിസിക്സ് എക്സാമിന്റെ ആൻസർ കീ ചലഞ്ച് ചെയ്യാൻ പോവാണ്. LBS കഴിഞ്ഞ ദിവസം ആൻസർ കീ നമ്മുടെ കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ ആൻസർ കീയെ പുറത്തുവിട്ടിരുന്നു അല്ലേ. അപ്പൊ അതിൽ ഫിസിക്സിൽ ചെറിയൊരു കറക്ഷൻസ്, ചെറിയ രണ്ട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നോക്കാം. Question number 2 version A യിലും version B യിലും question number 32. If a field vector in Cartesian coordinate is f നമുക്ക് function തന്നിട്ടുണ്ട്, then del cross f ഒരു വാല്യൂ, del cross f ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ del cross f നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് ഇതിന് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് മറ്റ് പ്രൂഫിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കാൽക്കുലേഷൻസ് ആണ് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ del cross f നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തിരിക്കുന്നത്. IJക്ക് നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുക. അതിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന കാര്യം LBSന് അവരുടെ ഫോമിൽ അയച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ ഈ ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പം ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ 4 ഓപ്ഷനിലും ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, സെറ്റ് എക്സാമിന് നമുക്ക് പെർസെന്റേജ് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കട്ട് ഓഫ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ഏരിയാസിലെ മാർക്ക് ഉള്ളവരെ സംബന്ധിച്ച് കട്ട് ഓഫ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ആ ബോർഡർ ഏരിയാസിലുള്ള കുറച്ച് പേർക്കൊക്കെ ഈ ഒരു കട്ട് ഓഫ് പാസ് ആവാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ബോർഡർ ഏരിയാസിലെ മാർക്ക് കിടക്കുന്നവര് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ഡിലീഷന് കൊടുക്കേണ്ടതാണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35 വേർഷൻ എയും ക്വസ്റ്റ്യൻ നമ്പർ 65 വേർഷൻ ബിയും ആണ്. ആൻഡ് op-amp has a gain bandwidth product of 1 megahertz. What is the minimum gain you can achieve at 10 kilohertz എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഗെയിൻ ഇൻറ്റു ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, ദാറ്റ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഇതും വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതി. എന്താണ് 1 megahertz by 10 kilohertz വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ. അതിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 hertz എന്നായിരിക്കും ആൻസർ കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കീയിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, പക്ഷെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് ആക്ച്വലി എന്താ പറയാ, മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് മറ്റ് പ്രൂഫ് വേണ്ട. ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് അവർക്ക് പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതേ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിൽ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, പക്ഷെ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ചലഞ്ച് ചെയ്യുക. രണ്ട് ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് ബോർഡർ ഏരിയാസിലെ മാർക്കുള്ളവർ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് ഓരോ ക്വസ്റ്റ്യനും ആകും. വൺസ് അത് കറക്റ്റഡ് ആയിട്ട് നമ്മുടെ കീയിൽ വരികയാണെങ്കിൽ, അടുത്ത ആൻസർ കീയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ചലഞ്ച് ചെയ്യേണ്ട ഫോർമാറ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.